ഡിവൈഎസ്പിക്കും പോലീസുകാർക്കും വിരുന്നൊരുക്കി ഗുണ്ടാ നേതാവ്. തമ്മനം ഫൈസലിന്റെ അങ്കമാലിയിലെ വീട്ടിലാണ് ആലപ്പുഴയിലെ ഡിവൈഎസ്പിയും പോലീസുകാരും വിരുന്നിൽ സൽക്കാരത്തിനെത്തിയത്. സംഭവത്തിൽ ദക്ഷിണ മേഖല IG അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. ആലുവ റൂറൽ എസ്പിക്കാണ് അന്വേഷണ ചുമതല. അതേസമയം മുഖ്യമന്ത്രി വിളിച്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം നാളെ നടക്കും. സംസ്ഥാനത്തെ ഗുണ്ടാ ആക്രമണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പ്രത്യേക യോഗം വിളിച്ചത്. വിവരങ്ങളുമായി ബീന റാണി ചേരുന്നുണ്ട്. ബീന, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പ്രത്യേക പരിപാടി ആവിഷ്കരിക്കുന്നു എന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുമ്പോൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ ഡിവൈഎസ്പിയും 3 പോലീസുകാരും ഒരു ഗുണ്ടാ നേതാവിന്റെ വീട്ടിൽ വിരുന്നു സൽക്കാരത്തിന് പോയത്. തമ്മനം ഫൈസൽ എന്ന ഗുണ്ടാ നേതാവിന്റെ അങ്കമാലിയിലെ വീട്ടിലാണ് ആലപ്പുഴ ക്രൈം അറ്റാച്ച്മെന്റ് ഡിവൈഎസ്പിയും 3 പോലീസുകാരും എത്തുന്നത്. ഇവിടേക്കാണ് അങ്കമാലി പോലീസ് പരിശോധനയ്ക്കായി പിന്നീട് എത്തുന്നത്. അങ്കമാലി പുളിയാനത്തുള്ള തമ്മനം ഫൈസലിന്റെ വീട്ടിലേക്ക് എത്തിയ പോലീസ് ആദ്യം തന്നെ 3 പോലീസുകാരെ കാണുന്നു. ഇവർ പെട്ടെന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയും പിന്നീട് എന്തോ സംശയം തോന്നിയ അങ്കമാലി പോലീസ് സംഘം കൂടുതൽ പരിശോധനയ്ക്കായി വീട്ടിലേക്ക് കയറുകയുമായിരുന്നു. ഇതേ സമയം തന്നെ അങ്കമാലി SIയെ കണ്ടതോടെ ഡിവൈഎസ്പി ശുചിമുറിയിൽ ഒളിക്കുകയും ചെയ്തു. എന്തായാലും സംസ്ഥാന പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമായി ഇത് മാറി. ഓപ്പറേഷൻ ആഗടക്കം ഗുണ്ടാ നേതാക്കന്മാരെ ഒപ്പം തന്നെ സ്ഥിരം കുറ്റവാളികളെയും ഒക്കെ അടിച്ചമർത്താൻ പരിപാടി ആവിഷ്കരിച്ച് സർക്കാർ മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരത്തിലൊരു പോലീസിന്റെ ഭാഗത്തു തന്നെ ഇത്തരം ഒരു അനാസ്ഥ ഉണ്ടാകുന്നത്. പോലീസും ഗുണ്ടാ നേതാക്കളും തമ്മിലുള്ള വഴിവിട്ട ബന്ധം ഇതിലൂടെ വ്യക്തമാകുന്നു എന്ന് മനസ്സിലാക്കാം. എന്തായാലും സംഭവത്തിൽ നിന്ന് പോലീസ് ആസ്ഥാനത്ത് നിന്ന് റിപ്പോർട്ട് തേടുകയും ഉടൻ തന്നെ ആഭ്യന്തര അന്വേഷണം ആരംഭിക്കുകയും ചെയ്തതായാണ് മനസ്സിലാക്കുന്നത്. ആലുവ റൂറൽ എസ്പിക്കാണ് അന്വേഷണ ചുമതല. ഇന്ന് തന്നെ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ ദക്ഷിണ മേഖല IG ആലുവ റൂറൽ എസ്പിക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് ബീന റാണിയാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് പോലീസുകാർ ഗുണ്ടാ നേതാക്കൾക്ക് കുട പിടിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇതിൻ്റെ ഇടയിലാണ് മുഖ്യമന്ത്രി വിളിക്കുന്ന ഉന്നതതല യോഗം, പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗം നാളെ നടക്കുന്നത്. വിശദാംശങ്ങൾ നൽകാൻ രാജീവ് ഉണ്ട്. രാജീവ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സംസ്ഥാനത്ത് ഗുണ്ടാ ആക്രമണങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി നേരിട്ട യോഗം വിളിച്ചത്. കഴിഞ്ഞ ദിവസമായിരുന്നു മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട യോഗം വിളിക്കാനുള്ള നിർദ്ദേശം ചീഫ് സെക്രട്ടറിക്ക് നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നാളെയാണ് യോഗം ചേരുക. പ്രത്യേകിച്ചും സംസ്ഥാനത്ത് ഗുണ്ടാ ആക്രമണങ്ങൾ മുൻപെങ്ങുമില്ലാത്ത രീതിയിൽ വർദ്ധിക്കുകയാണ്. തലസ്ഥാന ജില്ലയിൽ പോലും നിരവധി തവണയാണ് ഗുണ്ടാ ആക്രമണങ്ങൾ ഉണ്ടായത്. മാത്രമല്ല, ജാമ്യത്തിൽ ഇറങ്ങുന്നവർ പോലും, കൊലപാതക കേസുകളിൽ പ്രതിയായി ജാമ്യത്തിൽ ഇറങ്ങുന്നവർ പോലും ഗുണ്ടാ ആക്രമണങ്ങളിൽ ഏർപ്പെടുന്നു, വീണ്ടും കൊലപാതകങ്ങൾ നടത്തുന്നു. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നു. മാത്രമല്ല, പോലീസിന് നേരെ പോലും ആക്രമണങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് സംസ്ഥാനത്തൊട്ടാകെ നിലനിൽക്കുന്നത്. പല ജില്ലകളിലും സ്ഥിതി ഗുരുതരമാണെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും പോലീസ് കൃത്യമായ നടപടികൾ സ്വീകരിച്ചിരുന്നില്ല. ഇത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. മുഖ്യമന്ത്രി വിദേശത്തായതിനാൽ അതുമായി ബന്ധപ്പെട്ട യോഗം ആ ഘട്ടത്തിൽ വിളിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആഭ്യന്തര വകുപ്പ് ഇക്കാര്യങ്ങളിൽ വലിയ പരാജയമാണെന്ന വിമർശനങ്ങൾ ശക്തമായപ്പോഴാണ് മുഖ്യമന്ത്രി നേരിട്ട ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിരിക്കുന്നത്. നാളെ മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിലാണ് യോഗം വിളിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയതിൻ്റെ അന്ന് തന്നെയാണ് ഗുണ്ടാ നേതാവിൻ്റെ വിരുന്നിൽ ഒരു ഡിവൈഎസ്പി പങ്കെടുത്തിരിക്കുന്നത്. പല ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും ഗുണ്ടാ നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള വിമർശനങ്ങളും ഇന്റലിജൻസ് റിപ്പോർട്ട് നേരത്തെ സർക്കാരിന് ലഭിച്ചിരുന്നു. ചില ഉദ്യോഗസ്ഥരുടെ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു റിപ്പോർട്ട് ലഭിച്ചതെങ്കിലും സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിച്ചിരുന്നില്ല. ഈ ഗുണ്ടാ നേതാക്കളുമായി പോലീസ് ഉദ്യോഗസ്ഥർക്ക് അടുത്ത ബന്ധമുള്ളതുകൊണ്ടാണ് ഇവർ പിന്നീട് രക്ഷപ്പെടുന്നതെന്ന വിമർശനമായിരുന്നു പ്രധാനമായും ഉയർന്നിരുന്നത്. മാത്രമല്ല, ഗുണ്ടകളെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനുകളിലേക്ക് കൊണ്ടുവരികയും പിന്നീട് ഇവർക്ക് സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയക്കുകയും ചെയ്യുന്നത് പതിവാണ്. അല്ലാതെ കടുത്ത നടപടികൾ ഇവർക്കെതിരെ ഉണ്ടാകാറില്ല. ഇതുതന്നെയാണ് സംസ്ഥാനത്ത് ഇപ്പോഴും വ്യാപകമായി ഗുണ്ടാ ആക്രമണങ്ങൾ ആവർത്തിക്കാൻ കാരണം എന്ന തരത്തിലുള്ള വിമർശനങ്ങളും വളരെ ശക്തമായി ഉയർന്നിരുന്നു. ഇതിനൊപ്പമാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന നവകേരള സദസ്സ്. ആ നവകേരള സദസ്സിൽ സ്പോൺസർഷിപ്പിലൂടെ പണം കണ്ടെത്തണമെന്ന നിർദ്ദേശം സർക്കാർ നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായി ഈ ബാർ ഉടമകളിൽ നിന്നും കോറി ഉടമകളിൽ നിന്നുമൊക്കെ വ്യാപകമായി പണപ്പിരിവ് പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടന്നു എന്ന കണ്ടെത്തലും നേരത്തെ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടും യാതൊരു തരത്തിലുള്ള നടപടികളും സർക്കാർ സ്വീകരിച്ചിട്ടില്ല. ഏതായാലും ഗുണ്ടാ നേതാക്കളും അതുപോലെ തന്നെ പോലീസും തമ്മിലുള്ള അടുത്ത ബന്ധം കൂടിയാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ സർക്കാർ തുടർച്ചയായി അവഗണിച്ചിരുന്നു. മാത്രമല്ല, ഗുണ്ടാക്രമണങ്ങളും അതുപോലെ തന്നെ ക്രമസമാധാന പ്രശ്നങ്ങളും സംസ്ഥാനത്ത് രൂക്ഷമായപ്പോൾ കഴിഞ്ഞ വർഷമാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം വിളിക്കുകയും പോലീസ് ഉദ്യോഗസ്ഥർക്ക് കർശനമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തത്. യാതൊരു തരത്തിലുള്ള അനധികൃത ഇടപാടുകളും നടത്തരുത് എന്ന നിർദ്ദേശമായിരുന്നു ആ യോഗത്തിൽ മുഖ്യമന്ത്രി നൽകിയത്. എന്നാൽ ഇതിനുശേഷവും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. പക്ഷേ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കാര്യമായ അച്ചടക്ക നടപടികൾ ഉണ്ടാകുന്നില്ല എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. കാരണം ഭരണ നേതൃത്വവുമായി വളരെ അടുപ്പം പുലർത്തുന്ന ഉദ്യോഗസ്ഥരായിരിക്കും മിക്കവാറും ഈ നേതാക്കളുമായും അടുപ്പം പുലർത്തുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇവർക്കെതിരെ കർശനമായ നടപടികളിലേക്ക് പോകാൻ സർക്കാർ ശ്രമിക്കാറില്ല. അതേസമയം തന്നെ സർക്കാരിനെ വിമർശിക്കുകയോ സർക്കാരിനെ
നയങ്ങളെ എതിർക്കുകയോ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത അച്ചടക്ക നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ ഗുണ്ടാ നേതാക്കളുമായി മറ്റും ഈ പോലീസ് ഉദ്യോഗസ്ഥർ അടുത്ത ബന്ധം സ്ഥാപിക്കാൻ കാരണമെന്ന വിമർശനം പോലീസ് സേനയിൽ തന്നെ ശക്തമായി ഉയരുന്നുണ്ട്. ഏതായാലും പോലീസ് സേനയ്ക്ക് വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവങ്ങളാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് നാളെ ചേരുന്ന യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് എന്താകുമെന്നത് നിർണായകമാകും. ദൃശ്യ.